ഹായ് ഹലോ അങ്ങനെ ബാംഗ്ലൂരിലെ കറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ നാട്ടിലേക്ക് തിരിച്ചു പോവാട്ടോ. റൂമിലെത്തി ഫ്രഷായി റെഡിയായി താഴേക്ക് പോവാണ്. ഇനി താഴെ എത്തിയിട്ട് വേണം ഊബർ വിളിക്കാനായിട്ട്. 9:45 ട്രെയിനിൻ്റെ ടൈമിങ്. പക്ഷേ ഞങ്ങൾ 6:45 തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. കാരണം നൈറ്റിലെ ബാംഗ്ലൂരിലെ ട്രാഫിക്കിൽ സ്റ്റേഷനിൽ എത്താന്നുള്ളത് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത്. പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല ട്രാഫിക് ആയിരുന്നു. ഏകദേശം ഒരു 8:15 കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഞങ്ങൾ ഇറക്കി തന്നതാണെങ്കിൽ 6th പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് പോകേണ്ടത് സെക്കൻഡിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ലഗേജൊക്കെ തൂക്കിയിട്ട് അതുവരെ പോകാമെന്നുള്ളത് ആലോചിച്ചപ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ ആയിട്ടോ. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ ഒരു വണ്ടി കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളും ലഗേജ് ഒക്കെ കയറി ആ വണ്ടിയിലങ്ങ് കയറിയിട്ടാട്ടോ ഞങ്ങൾ സെക്കൻഡിലേക്ക് എത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസകരം, ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ ആ വണ്ടിയിലെ ട്രാവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ട്രെയിൻ വരാൻ നല്ല ലേറ്റ് ആയിരുന്നു, ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിരുന്നു. അതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ മംഗലാപുരം വഴി പോകേണ്ട ട്രെയിൻ പാലക്കാട് വഴി തിരിച്ചു വിട്ടു. ചില ഇഷ്യൂസ് കൊണ്ട് ട്രെയിനിൻ്റെ ഒരു റൂട്ടൊന്ന് മാറ്റിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി ഫുഡൊക്കെ കഴിച്ച് വേഗം കിടന്ന് ഉറങ്ങി. രാവിലെ തന്നെ എണീച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ നിർത്തിയിട്ട് ചായയൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു സ്റ്റേഷനിൽ കുറച്ച് സമയം നിർത്തുമെന്ന് ഏകദേശം അറിഞ്ഞായിരുന്നു. അങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് ചായയൊക്കെ വാങ്ങുകയാണ്. പക്ഷേ ഇത് എടുക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ഫുഡൊക്കെ വാങ്ങിച്ചു, അതൊക്കെ കഴിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരാളിനി ഒരു പ്രഹസനം ചെയ്യുകയാണ്. കാരണം ബുക്കൊക്കെ വായിക്കുന്ന പോലെയാണ്, പക്ഷേ വെറും വീഡിയോ പിടുത്തത്തിന് വേണ്ടി മാത്രമുള്ളൊരു പ്രഹസനം ആയിരുന്നു കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഓരോന്ന് പറയുകയാണ്. ഞങ്ങൾ ഈ ഒരു ബാംഗ്ലൂർ ട്രിപ്പ് ഞങ്ങൾ പോകുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി പോയൊരു ട്രിപ്പാണ്. പക്ഷേ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾക്കത് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആക്കാൻ പറ്റിയെന്നുള്ള ഒരു സന്തോഷവും അതിൻ്റെ ഒക്കെ ഇതൊക്കെ കൂടിയിട്ട് ഞങ്ങൾ തിരിച്ച് ഓരോ വിശേഷങ്ങളും പറഞ്ഞു വരിക കേട്ടോ. പക്ഷേ ഞങ്ങൾ ഇതൊന്നും ഒരു എൻഡിങ് ആയിട്ട് കണ്ടിട്ടില്ല. കാരണം ഇത് ജസ്റ്റ് ഒരു ബിഗിനിങ് ആയിട്ട് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. കാരണം ഞങ്ങൾ ഇനിയും ഇതുപോലെ ട്രിപ്പ് പോകുക തന്നെ ചെയ്യും. കാരണം അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ ഞങ്ങൾക്ക് ഈ ഒരു ട്രിപ്പിലൂടെ കിട്ടിയത്. പിന്നെ ഞങ്ങൾ ഓരോ സ്റ്റേഷനിൽ നിർത്തുമ്പോൾ ഇതുപോലെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി, ഇത് ഫ്രൂട്ട്സ് വാങ്ങി, പിന്നെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കോച്ച് കണ്ടോ, ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. കാരണം മംഗലാപുരം ഇറങ്ങേണ്ട ആൾക്കാരായിരുന്നു ഈ ഇരുന്ന് നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ ഒരു റൂട്ട് ക്യാൻസൽ ആയതുകൊണ്ട് ഞങ്ങൾ 3 പേര് മാത്രം അടങ്ങിയ ഒരു തിരിച്ചുള്ള വരുത്തും കൂടിയായിരുന്നു കേട്ടോ. അതും ഒരു പ്രത്യേക ഫീലായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. കാരണം ഞങ്ങൾ ലോകം പോലെ തന്നെയായിരുന്നു ആ ഒരു കോച്ച് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇനി ട്രെയിൻ വടകരയോ അല്ലെങ്കിൽ തലശ്ശേരിയോ മാഹിയോ നിർത്തുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. പക്ഷേ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല, നേരെ കണ്ണൂർ തന്നെയാണ് നിർത്തിയത്. ഞങ്ങളുടെ സ്റ്റോപ്പിലൊന്നും ട്രെയിൻ നിർത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കണ്ണൂർ എത്തിയിട്ട് ഇനി അവിടെ നിന്ന് ഒരു ലോക്കൽ ട്രെയിനിന് പോകാമെന്നൊക്കെ ഡിസൈഡ് ചെയ്തു. അങ്ങനെ കണ്ണൂരെത്തി അവിടെ നിന്നൊരു ട്രെയിനൊക്കെ ലോക്കൽ ട്രെയിനിൽ ഞങ്ങൾ കയറിയിട്ടാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഞങ്ങളുടേതായ തലശ്ശേരി, മാഹി, വടകര സ്റ്റേഷനിലൊക്കെ ഇറങ്ങി. അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ എന്നെ യാത്ര അയക്കുകയാണ്. അപ്പം ഇതോടുകൂടി ഞങ്ങളുടെ ബാംഗ്ലൂരിലെ ട്രിപ്പിൻ്റെ വിശേഷം കഴിയാട്ടോ.